പെരുന്നാളും വിഷു ഒക്കെ ആയിട്ട് നമുക്ക് മൈലാഞ്ചി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ഇനി മൈലാഞ്ചി ഇല ഇല്ലാണ്ട് വെറും 5 രൂപ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ചുമന്ന മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് നമുക്കിതേ 5 രൂപയുടെ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റാണ് വേണ്ടത്. ഇത് ഞാൻ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണം. അതുകൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ലിക്വിഡ് മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ എന്തേ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഒരു 3 ലെയർ അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കവർ ചെയ്ത് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിനുള്ളിൽ അടിക്ക് പിടിക്കുകയോ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഹോർലിക്സിൻ്റെയും പഞ്ചസാരയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സൈഡിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നടുക്ക് നമുക്ക് ഒരു പാത്രം വെക്കണം. അതുകൊണ്ട് സൈഡിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നടുക്ക് ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ സൈഡിലായിട്ട് തയ്യാറാക്കിയെടുത്ത മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വെയിറ്റ് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു പീസ് മാർബിളിൻ്റെ കഷ്ണമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഇതുപോലെ ചെറിയൊരു കിണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിണ്ണത്തിനുള്ളിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലിക്വിഡ് മൈലാഞ്ചി കളക്ട് ആവുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുക്കറിന് മുകളിൽ നല്ലപോലെ കവർ ചെയ്യത്തക്ക രീതിയിലൊരു പാത്രവും ആ പാത്രത്തിനുള്ളിൽ കുറച്ച് ഐസ് ക്യൂബുമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന പാത്രം കുക്കറിൽ നല്ല പോലെ കവർ ചെയ്തിരിക്കണം. അതിനുള്ളിലുള്ള ആ ഒരു പുകയൊന്നും പുറത്തേക്ക് പോകരുത് കേട്ടോ. ആ ഒരു രീതിയിൽ ടൈറ്റായിട്ടിരിക്കുന്ന പാത്രം വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഇട്ടിരുന്ന ഐസ് മെൽറ്റായി ആ വെള്ളം ചൂടാവാൻ തുടങ്ങിയപ്പം ഞാനത് മാറ്റിയിട്ട് വീണ്ടും ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വെച്ച ആ ഒരു പാത്രത്തിനുള്ളിൽ ലിക്വിഡ് മൈലാഞ്ചി കളക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് എടുക്കാം. ഈ ഒരു ലിക്വിഡ് മൈലാഞ്ചി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കേടുകൂടാണ്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കുക്കറിനും വലിയ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇട്ട സമയത്ത് ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഫോയിൽ പേപ്പറിന് പുറത്തേക്ക് പോയത് കൊണ്ടാണ് കുറച്ചെങ്കിലും കരിഞ്ഞു പിടിച്ചിരിക്കുന്നത്. പക്ഷേ കുക്കർ വൃത്തിയാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഹന്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിരുന്ന ആ ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ കളർ കിട്ടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുങ്കുമമാണ് കേട്ടോ. നല്ല ചുമന്ന കുങ്കുമം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടുമ്പം കയ്യിൽ നല്ല പോലെ റെഡ് കളറിൽ കിട്ടും. ഇനി കുങ്കുമം ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ലിക്വിഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കയ്യിൽ മെഹന്തിയുടെ ഡിസൈൻ വരയ്ക്കാവുന്നതാണ്. അപ്പം നല്ല റെഡ് കളർ ആയിരിക്കത്തില്ല, നമ്മുടെ ഒരു മൈലാഞ്ചിയുടെ കളർ ഉണ്ടല്ലോ ആ ഒരു മെറൂൺ കളർ അതായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കയ്യിലിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം മാത്രമാണല്ലോ നിങ്ങൾക്ക് വിശ്വാസമാകുന്നത് നമ്മൾ പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. പൊതുവേ ഞാൻ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ള ഒരാളല്ല. ഞാനിത് തയ്യാറാക്കിയത് മോൾക്ക് വേണ്ടിയാണ്. എങ്കിലും ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. വലുതായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് ഇട്ട് കാണിക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മൈലാഞ്ചി ഇലയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല റെഡ് കളറിൽ മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാമെന്നാണ് കണ്ടത്. തീർച്ചയായും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കയ്യിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. അത് കഴുകി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. കഴുകിയാലും നമ്മൾ ആ ഇട്ട കളറൊന്നും പോവത്തില്ല കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ തൊട്ട ഭാഗത്തൊക്കെ ആ ഒരു കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇത് മോള് കയ്യിലിട്ടതാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.